വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ കേസുകാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. കേസിൽ കുടുങ്ങിയത്. ഇനി കേസുകാരെ വേണമെങ്കിൽ പെടുത്തണം. അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. KSUവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് ഷാലിക്ക്. ആഷിഖ് KSUവിൻ്റെ സജീവ പ്രവർത്തകനും. ഇവർ രണ്ടുപേരുമാണ് ഈ കിലോ കണക്കിനുള്ള കഞ്ചാവ് ക്യാമ്പസിൽ എത്തിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം KSUവിൻ്റെ പ്രവർത്തകരാണ് ഇവർ എന്ന് ഈ സമയം വരെ മിണ്ടിയോ? മിണ്ടിയില്ല എന്ന് മാത്രമല്ല, SFIക്കെതിരെയുള്ള ഒരു അജണ്ട ഇതിനെ തുടർന്ന് സെറ്റ് ചെയ്യാൻ പ്രത്യേകമായി എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചു. മുൻ വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ? നിങ്ങൾക്ക് അജണ്ടയുണ്ട്, നിങ്ങൾ പക്ഷപാതപരമാണ്, നിങ്ങൾ നിഷ്പക്ഷരെന്ന് ചമഞ്ഞ് ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കൈരളി എന്ന മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ? നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണോ?